കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം, അനന്തപുരി, പത്മനാഭൻ്റെ മണ്ണ് എന്നൊക്കെയാണ് നിരവധി വിശേഷണം. ഇതിൽ പത്മനാഭൻ്റെ മണ്ണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാർക്ക് കൂടുതൽ ഇഷ്ടം. കാരണം പത്മനാഭൻ ശയിക്കുന്ന ഇടത്തിലെ പ്രജകളായിട്ട്, ദാസ്യന്മാരായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. 2011 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഇതിലുള്ള നിലവറകളിൽ അടങ്ങിയിരിക്കുന്ന നിധിശേഖരം പുറം ലോകം അറിഞ്ഞു. ഓരോ അറകളിലായിട്ടാണിത് സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. അതിന് പിന്നീടുള്ള ഒരു കണക്കെടുപ്പിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എ നിലവറ, ബി നിലവറ, സി നിലവറ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ രാജഭരണകാലത്തൊന്നും നിലവറയ്ക്ക് അങ്ങനെ ABCD എന്നൊന്നും കൊടുത്തിട്ടില്ല. 2011 ഇതിലെ ചില അറകൾ തുറക്കുകയുണ്ടായി. നടുങ്ങിപ്പോയി. തുറന്നവരും നിന്നവരും വാർത്തകളൊക്കെ കേട്ടറിഞ്ഞവരും. ഇതൊന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെ അതിൻ്റെ ഒന്നും ചിത്രമൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് സുരക്ഷാ കാരണങ്ങളാൽ അങ്ങനെ വിടുകയുമില്ല. 2011 ഈ നിലവറകളൊക്കെ തുറന്ന് ആ ശേഖരം ഇങ്ങനെ ഉണ്ടെന്ന് പുറം ലോകം അറിഞ്ഞുവെങ്കിലും പൊതുജനങ്ങൾക്ക് അത് കാണാനായിട്ടുള്ള സൗകര്യം ഇല്ല. ഇപ്പോഴും തിരുവനന്തപുരത്തെ മണ്ണിൽ വരുന്നവർ ആരായാലും എല്ലാ മതസ്ഥരിൽപ്പെട്ടവർക്കും പത്മനാഭൻ്റെ ആ നടയ്ക്കുള്ളിലേക്ക് കയറാൻ വലിയ സന്തോഷമാണ്. മറ്റൊന്നുമല്ല, ഈ നിലവറകളൊക്കെ കാണാമല്ലോ, ഈ നിധിശേഖരമൊക്കെ കാണാമല്ലോ എന്നൊക്കെയാണ് ചിലർ കരുതുന്നത്. പക്ഷെ അങ്ങനെ കാണാൻ സാധിക്കത്തില്ല. ഇത് അവിടെ നിലവറയൊന്ന് കാണാം. ആ ഭാഗത്തൊക്കെ വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് നമ്മുടെ ഭടന്മാരൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം ലക്ഷം കോടി നിധിശേഖരമാണ് അതിനകത്തുള്ളത്. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വാങ്ങാനുള്ള നിധിശേഖരം അതിലുണ്ടെന്ന് ഓർക്കണം. അതിൽ 2011 തുറക്കാതെ മാറ്റി നിർത്തിയിരുന്ന നിലവറയാണ് ബി. അതിപ്പോൾ വീണ്ടും തുറക്കണമെന്ന് ഭരണസമിതിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ്. അതായത് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും പിന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഭരണസമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം ബി നിലവറ തുറക്കണമെന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തത്. ഈ 2011 ഈ മറ്റ് നിലവറകളൊക്കെ തുറന്ന അവസരത്തിൽ ഇതും തുറക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കൊട്ടാരമൊക്കെ ഇതിനെ എതിർത്തു, തന്ത്രിയും. കാരണം ഇത് വിലമതിക്കാനാത്ത അപൂർവ ശേഖരങ്ങളുള്ള ബി നിലവറ പലവിധ കാരണങ്ങളാൽ അന്ന് തുറന്ന് പരിശോധിച്ചിരുന്നില്ല. അത് തുറന്നു കഴിഞ്ഞാൽ അനിഷ്ടം സംഭവിക്കും, അത് വിശ്വാസങ്ങളുടെ ലംഘനമാണ്, ആചാരങ്ങളോടുള്ള ലംഘനമാണെന്നും അത്തരത്തിലുള്ള അഭിപ്രായം പല ഭാഗങ്ങളിൽ നിന്നും അതിശക്തമായി ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഭരണസമിതി പിന്മാറി. അങ്ങനെ ബി നിലവറ തുറക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രബലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിദഗ്ധ സമിതിയിൽ അംഗമായിരുന്ന ജസ്റ്റിസ് CS രാജന്റെ കാൽ മുറിഞ്ഞ് രക്തം വന്നത് അത് ആ വിശ്വാസത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടുകയും ചെയ്തു. പൊതുവെ പറഞ്ഞാൽ വലിയൊരു ആചാരലംഘനമായിട്ടാണ് ബി നിലവറ തുറക്കുന്നതിനെ കാണുന്നത്. ക്ഷേത്രതന്ത്രിയും കൊട്ടാരവും അതിശക്തമായിട്ട് ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് അത് അവിടെ നിർത്തിവെച്ചു. ഇപ്പോൾ 2025 ഈ നിലവറ തുറക്കണം എന്നുള്ള അഭിപ്രായവുമായിട്ട് മുമ്പോട്ട് വരികയാണ്. ക്ഷേത്രതന്ത്രിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. തന്ത്രിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്ര കാര്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ മുമ്പോട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് തന്ത്രിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയിൽ യുവതീ പ്രവേശം നടന്ന സമയത്ത് യുവതികൾ പ്രവേശിച്ചു എന്ന് ബോധ്യമായപ്പോൾ
തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീകോവിൽ അടച്ചത്. ശുദ്ധിക്രിയകൾ നടത്തിയതിന് ശേഷം മതി ഇനിയുള്ള പൂജകൾ തുടർന്ന് അങ്ങോട്ട് ഭക്തർക്ക് ദർശനവും എന്നുള്ളത് തീർച്ചപ്പെടുത്തിയത്. അവ കാര്യങ്ങളിൽ ക്ഷേത്രതന്ത്രിക്ക് ഇടപെടാം. അപ്പൊ ഇവിടെയും ക്ഷേത്രതന്ത്രിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഈ ക്ഷേത്ര ഉപദേശക സമിതിയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഭരണസമിതിയും പറഞ്ഞാലും തന്ത്രിയുടെ അഭിപ്രായം ഇതിനകത്ത് വിലപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണല്ലോ 2011 ഈ നിലവറകളൊക്കെ തുറന്ന് ഇത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള നിധിശേഖരങ്ങളൊക്കെ തന്നെ മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത്. ഈ വൈഷ്ണവ ആചാരപ്രകാരം 1 or 8 നിലവറകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളത്. ഇവിടെ ബി ഒഴികെയുള്ള 4 നിലവറകളിലാണ് 2011 പരിശോധന നടന്നത്. ഇതിൽ ശ്രീകോവിലിന് ഈ വടക്ക് വശത്തായിട്ട്, ക്ഷേത്രത്തിൽ കയറിയിട്ടുള്ളവർക്കറിയാം, ശ്രീകോവിലിന്റെ വടക്ക് വശം, അതായത് സരസ്വതി കോണിലുള്ള നിലവറ ഏറെക്കുറെ ശൂന്യമാണെന്നാണ്. നിരവധി നിലവറകളുണ്ട്. അതിൽ ഈ പറയുന്ന കണക്കനുസരിച്ച് മറ്റ് 2 അറകളെ കുറിച്ചും അത്ര കൃത്യമായ അറിവില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തില് പലതരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പോരായ്മയുള്ളതും ഒക്കെ കഴിഞ്ഞ ദിവസം ഈ ഉപദേശക സമിതിയൊക്കെ കൂടി ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിലാണ് ഈ വിഷയവും ഉയർന്നു വന്നത്. ബി നിലവറയെ പറ്റി നിരവധി വിശ്വാസങ്ങൾ ഉള്ളതിലൊന്ന്, ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കടൽ വെള്ളം ഇവിടേക്ക് കയറും എന്ന്. ഈ പത്മനാഭൻ കിടക്കുന്നതിൻ്റെ ശ്രീകോവിലടിയിൽ പാൽക്കടലാണ് എന്നുള്ള വിശ്വാസവും ഉണ്ട്. ഇവിടേക്ക് കയറുമെന്നും ഈ അറയിൽ തന്നെ വലിയ തുരങ്കമുണ്ടെന്നും നിധിശേഖരത്തിന് നാഗങ്ങളുടെ കാവലുണ്ടെന്നും ഒക്കെയാണ് വിശ്വാസം. ബി നിലവറയിൽ നാഗങ്ങൾ ഉണ്ടെന്നുമാണ് പ്രബലമായിട്ടുള്ള വിശ്വാസം. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ചില അനിഷ്ടം സംഭവിക്കും. 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ യഥാർത്ഥത്തിൽ നിഗൂഢതകളുടെ ഒരു നിലവറ തന്നെയാണ്. ഇതിനൊപ്പമുള്ള മറ്റ് 4 നിലവറകളും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് തുറന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വിലമതിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് കേട്ട അറിവ് മാത്രമുള്ള ഇന്നത്തെ ഈ ബി നിലവറയ്ക്കകത്തുള്ള നിധിശേഖരങ്ങളുടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ഈ 1 ലക്ഷം കോടി രൂപയോളം എന്നുള്ളത് ഇനിയും 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിരവധി ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഇത്രത്തോളം നിധിശേഖരം ഇതിനകത്തുണ്ട് എന്നുള്ളത്. ഈ നിധിയിൽ സ്വർണമുണ്ട്, രത്നങ്ങളുണ്ട്, സ്വർണ പ്രതിമകളുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതിൽ ബി നിലവറയില് നിധിക്കാണ് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടെന്ന് കരുതുന്നത്. ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരിക്കുന്നത്. എന്തായാലും രാജകുടുംബത്തിൻ്റെയും തന്ത്രിയുടെയും വാക്കുകൾ കൂടി വരണം, എങ്കിൽ മാത്രമേ ഈ ബി നിലവറ തുറക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ.